And we also do something called personal aspiration every year within the A players and department heads and things like that. I know what is the dream income of every department head of mine. അവരെ വീട്ടിൽ എന്താ നടക്കുന്നുള്ളത് എനിക്കറിയാം. അവർ എന്ത് കാര്യങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, അവരെ നീഡ് എന്താ, ആർക്ക് പിന്നെ വീട്ടിൽ അമ്മക്ക് വണ്ടി വാങ്ങണം, ആർക്ക് വീട് കെട്ടാണ്ട്, അപ്പം എല്ലാ കാര്യങ്ങളും വി ഡു ദിസ് ആക്ടിവിറ്റി. കൊല്ലത്തിലൊരിക്കൽ we do this activity, and my job right now, which I believe, is to make sure that these people are hitting their dreams, whatever that is written on their personal aspiration doc, and their job is to make sure that the company is growing. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും, അത് ടൈ അപ്പ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ദിസ് പേഴ്സൺ വോണ്ട്സ് ടു ഹിറ്റ് ദിസ് പെർട്ടിക്കുലർ നമ്പർ, ഐ വിൽ ടെൽ ദം, നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എത്തിക്കഴിഞ്ഞാൽ യു ഓട്ടോമാറ്റിക്കലി ടേക്ക് ദാറ്റ്. അപ്പം പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അത് ഈ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ കമ്പനിയല്ലേ എത്തുള്ളൂ? ഹൗ ഡസ് ദ ആ ടീം മെമ്പറിന് എങ്ങനെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ടീം ലീഡിന് എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ സാലറി കൂടെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം കാര്യങ്ങൾ ആ ടീമിന് അറിയാം. എവറിത്തിങ് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, റവന്യൂ തരാത്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ തരാത്ത ഡിപ്പാർട്ട്മെന്റും കമ്പനിയും എല്ലാവരും ഗ്രോ ചെയ്യും. കറക്റ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് അവരുടെ സാലറി, അവരുടെ ടീമിന്റെ സാലറി, ആ റവന്യൂവിന്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താ, indirect expense and everything is visible to them. Okay. We give them, okay, right? And then we tell them, see, this is your revenue. Okay. If your department's revenue hit this particular benchmark, okay, you, whatever the dreams you have written, no, like the income, itra incentives you will be able to be a reverse engineer. Right? അപ്പം അങ്ങനെ ആകുമ്പോൾ he has a clarity. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഐ എം ഓട്ടോമാറ്റിക്കലി ഹിറ്റിംഗ് ദാറ്റ് നമ്പർ. അപ്പം ഞാൻ 12 മാസം കൊണ്ട് എത്തേണ്ട സാധനം ഞാൻ 3 മാസം കൊണ്ട് എത്തി. Will you give me? Yes. It is completely his സ്കില്ലും കാര്യങ്ങളും വെച്ചിട്ടാണ്. So this is how I run the whole agency ecosystem, where I have a lot of mini CEOs in my department and they take care of their department. When that is അത് ഗ്രോ ചെയ്യുമ്പോൾ they are also growing. അതായത് ബേസിക്കലി ഒരു ഏജൻസിൻ്റെ ഉള്ളിൽ തന്നെ മിനി ഏജൻസീസ് ഉണ്ട്. എസ് സിഒക്ക് ഒരു ഏജൻസി, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗിന് ഒരു ഏജൻസി, എന്നിട്ട് അതിൻ്റെ ഹെഡാണ് അതിൻ്റെ സിഇഒസ്. അപ്പോൾ ദേ ടേക്ക് കെയർ ഓഫ് അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ്, ദേ ടേക്ക് കെയർ ഓഫ് ആ ഡിപ്പാർട്ട്മെന്റ് മന്ത്ലി ലീഡ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇറ്റ്സ് ദെയർ ജോബ്, മേക്ക് ഷുവർ ദാറ്റ് ലീഡ്സ് വരുന്നു എന്നുള്ളത് അവരുടെ ജോബാണ്. പിന്നെ ഒരു പ്രോഡക്റ്റ് ഹെഡ് ഉണ്ടാവും, പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോവാം. ചേണ് കുറയ്ക്കാം, അതായത് ചേൺ ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റൂല. അതായത് എംപ്ലോയീസ് വിട്ടുപോകണം. എംപ്ലോയീസ് അല്ല, ക്ലയൻസ്. റൈറ്റ്? ക്ലയൻസ് ഒരിക്കലും നമുക്ക് സീറോ ആക്കാൻ പറ്റൂല. സം ക്ലയൻസ് വിൽ ലീവ് എനിവേ. അപ്പം പക്ഷെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയാം 25% ആണ്. സോ വി ഹാവ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. 25% വിത്തിൻ ഹൗ മെനി മന്ത്സ് ഓർ ഹൗ മെനി ഇയേഴ്സ്? അതായത് ഒരു ഇയർ എടുക്കുമ്പോഴേക്ക് 25% ക്ലയൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 25% എങ്കിലും ഏജൻസി എക്കോസിസ്റ്റത്തിൽ പോകും എന്നുള്ളതാണ് ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞങ്ങൾ ഗോൾ വെച്ചിട്ടുണ്ട്, ഇതിന്റെ താഴെ ആയിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. 25% താഴെ ആയിരിക്കണം. അപ്പൊ ഇത് ഞങ്ങൾ ക്വാർട്ടർലി നോക്കും, എല്ലാ ക്വാർട്ടർ ടു ക്വാർട്ടർ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ക്ലയൻസിന് ഓൺ ബോർഡും ചെയ്തുകൊണ്ടിരിക്കും. കാരണം 25% പോകാനുള്ളതാണല്ലോ. പോകാനുള്ളതാണ്. അപ്പം പോകാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചില ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് 25% ഒന്നുമല്ല, 10% താഴെയുള്ള ചില ഡിപ്പാർട്ട്മെന്റ്, പക്ഷെ അതിനേക്കാളും കൂടുതലുള്ള ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അപ്പോൾ സോ വി അണ്ടർസ്റ്റാൻഡ് ക്വാർട്ടർ ടു ക്വാർട്ടർ ആയിട്ട്. കെയർ ക്യൂർ അഞ്ചുവലായിട്ട് ക്ലയന്റ്, നമുക്ക് ഒരു 4 ക്ലയന്റ് ഉണ്ടാവും അഞ്ചുവലായിട്ട്. നമ്മൾ എന്തെങ്കിലും എനിക്ക് എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും അവാർഡ് താടോ, ഞാൻ ഇപ്പൊ കയറില്ല. ഞങ്ങളിപ്പം പോസ്റ്റ് ഇടാൻ വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ആ ഒരു സീരീസ് തുടങ്ങിയത് ലാസ്റ്റ് 2 വീക്സ് മുമ്പാണ് എനിക്ക് മനസ്സിലായി. എടാ കുറേ നമ്മൾ പണ്ട് മുതലുള്ള കമ്പനിയില്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൂടെ. ലൈഫ് ടൈം വാല്യൂ ഒക്കെ ഭയങ്കര ഹൈ ആട്ടോ. കാശ് കുറച്ച് കയറിയിരിക്കും, പക്ഷേ ആ രീതിയിൽ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ, ബിസിനസ് ഹെഡിന്റെ ജോബാണ്. മുമ്പൊക്കെ ഈ ബിസിനസ് ഹെഡിന്റെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് ഇപ്പം അത് മാറിയിട്ട് അവരെ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ്സ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്റ്റ്, പ്രൊജക്റ്റ് മൊത്തം ദേ ഹാവ് ടു ടേക്ക് കെയർ. അല്ല, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ലീഡ്സ് അവരെങ്ങനെ, ഹൗ ഡു ദേ ഡു? നമുക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലീഡ്സ് കൊടുക്കേണ്ടത്. അതെ, ബട്ട് സംബഡി ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പറഞ്ഞു കൊടുക്കണം എനിക്ക് എങ്ങനെയാ ലീഡ് കൊണ്ടുവരേണ്ടത്. അല്ല, ഇപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ടുഗെദർ മന്ത്ലി ഒരു ലീഡ് വരും, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം ചില ഡിപ്പാർട്ട്മെന്റ് ഗ്രോ ചെയ്യും,
അതെ, ചില ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെ സ്റ്റാൻഡ് സ്റ്റിൽ ആവും. അപ്പം എനിക്കൊരു 7 ഷോപ്പ് ഉണ്ട് വിചാരിച്ചു, 3 ഷോപ്പ് ഗ്രോ ചെയ്യുന്നുണ്ട്, 4 ഷോപ്പ് തീരെ ഗ്രോ ചെയ്യുന്നതിന് ഞാൻ മൈൻഡാക്കാതെ ഞാൻ നടക്കൂലല്ലോ. കറക്റ്റ്. ഐ ഹാവ് ടു ഗിവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി ഡിപ്പാർട്ട്മെന്റ്. സോ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗോളാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഗോൾ അനുസരിച്ചിട്ടുള്ള ലീഡ്സ്. ലെറ്റ്സ് സേ ദേ ഹാവ് ടു, നമ്മൾ ഒരു 2% to 5% ആണ് നമ്മൾ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ആഡ്സ് ത്രൂള്ള ക്ലോസിങ്. അപ്പം നമ്മൾക്ക് ഒരു 5 lakhs ക്ലോസിങ് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലീഡ്സ് വരണം, റൈറ്റ്? വി റിവേഴ്സ് എഞ്ചിനീയർ, അതായത് വി ഹാവ് ഗിവൺ ദം എ ഫ്രെയിം വർക്ക്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും മന്ത്ലി OKR ഉണ്ട്. ഈ OKRൽ ദേ ഹാവ് ടു ഫിനാൻഷ്യൽ, ഫങ്ഷണൽ, ഓപ്പറേഷണൽ, ഹയറിംഗ്, R&D, ലേണിംഗ്, ഇങ്ങനെ 7 മെട്രിക് വെച്ചിട്ട് ദേ ഹാവ് ടു ഫിഗർ ഔട്ട് സ്റ്റാർട്ടിങ് ഫ്രം വാട്ട് ഈസ് മൈ ഡിപ്പാർട്ട്മെന്റ് ആസ്പിറേഷണൽ റവന്യൂ, എന്താണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ. ഈ ആസ്പിറേഷണൽ റവന്യൂ ഓഫ് യുവർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടൈഡ് ടു ആസ്പിറേഷണൽ റവന്യൂ ഓഫ് ദ ടീം ലീഡർ ആണോ? ആണ് ആണോ? ആണ് ആണ് നമ്മളൊന്ന് കൊടുക്കും. ഇപ്പം എൻ്റെ കമ്പനി ഓൾ ടുഗെദർ എനിക്ക് മന്ത്ലി 1 CR ഹിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് സോഷ്യൽ മീഡിയ എത്ര ഹിറ്റ് ചെയ്യണം, പെർഫോമൻസ് ഹിറ്റ് ചെയ്യണം, SEO എത്ര ഹിറ്റ് ചെയ്യണം കൊടുക്കും. ഇന്ന ക്വാർട്ടർ എത്തുമ്പോഴേക്ക് ഇന്ന ഹിറ്റ് ചെയ്യണം, അവരതിനെ ഡിവൈഡ് ചെയ്തിട്ട് വെക്കും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ലെറ്റ്സ് നമുക്ക് ആ നമ്പർ കിട്ടി, നമുക്ക് ഇത്ര റവന്യൂ ആണ് എൻ്റെ വേണ്ടത്. കമ്പനി തീരുമാനിച്ചു, ആസ് എ CEO നീ തീരുമാനിച്ചു എനിക്ക് ഇത്ര റവന്യൂ ഇത്രയും എത്തണം. അവർക്ക് അതിന് കൂടുതലും ചെയ്യാം, കുറവും ചെയ്യാം. ഓക്കെ, അവർക്ക് ഇത്ര മതി എന്നുള്ളതാണെങ്കിൽ അത് ഞാൻ ആ ഫ്രീഡം ഡെസിഷൻ മേക്കിംഗ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബേസ് ലൈൻ നീ സെറ്റ് ചെയ്യും, ഇതെങ്കിലും വേണം. ഇപ്പം നമ്മൾ ചേൺ ആയെങ്കിലും ഇതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റൂല എന്നുള്ളത് ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ വെരി ഹാർഡായിട്ട് ചെക്ക് ചെയ്യും. അപ്പം അത് ഞങ്ങൾ CC ഉണ്ട്, CC ആയിരിക്കും അത് മൊത്തം ചെയ്യുക. അപ്പം CC വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ദേ ഹാവ് ടു ആൻസർ ഇസ് വാട്ട് ഈസ് യുവർ ഫിനാൻഷ്യൽ ആസ്പിറേഷണൽ ഗോൾ, ഫിനാൻഷ്യൽ ഫങ്ഷണൽ. അപ്പം ഇത്രയാണ്. അത് അച്ചീവ് ചെയ്യുമ്പോൾ എത്ര പ്രോഫിറ്റബിലിറ്റി ഞാൻ അച്ചീവ് ചെയ്യണം എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഓൾസോ ദേ ഹാവ് ടു ആൻസർ. 30% ആണെങ്കിൽ എൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് ഇത്രയും ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ ഓരോ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പം സാലറി വേഴ്സസ് റവന്യൂ എന്നുള്ളത് മിനിമം 1:3 or 4 ഉണ്ടാവണം. അതായത് 3 or 4 എൻ്റെ 3 lakhs സാലറി ആണെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ 12 lakhs or 10 lakhs അബവ് ഉണ്ടാവണം. മനസ്സിലായി. ഓക്കെ, 1:3 to 25% സാലറി നിൽക്കണം. റൈറ്റ്. അതാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ഓൾ ടുഗെദർ. മനസ്സിലായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റിംഗ് ഗോളാണ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ എത്ര ലീഡ് ഞാൻ ജനറേറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പം ലെറ്റ്സ് സേ 100 ലീഡ്സ് ജനറേറ്റ് ചെയ്യണം, അതിൽ എത്ര ഇൻബൗണ്ട് വരണം, എത്ര ആഡ്സ് ത്രൂ വരണം. ഇൻബൗണ്ടിന്റെ ഞങ്ങൾ ക്ലോസിംഗ് 20% എബവ് ആണ്. ആഡ്സ് ആണെങ്കിൽ 5% ആ രീതിയിൽ വരും. അപ്പം എത്ര ഇൻബൗണ്ട് ചെയ്യണം, അത് ചെയ്യണമെങ്കിൽ എത്ര സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ ഇടണം മന്ത്ലി, റൈറ്റ്? SEOയിൽ എത്ര ബ്ലോഗ് ഇടണം, ആഡ് ക്രിയേറ്റീവ് എത്ര കൊടുക്കണം. എവറിത്തിങ് കംസ് അണ്ടർ ദാറ്റ്. മാർക്കറ്റിംഗ് ഗോള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിംഗ് ടീമിന് കൊടുക്കും. അപ്പോൾ നൗ മാർക്കറ്റിംഗ് ടീമിന്റെ ജോബാണ് അത്ര ലീഡ്സ് ഇവർക്ക് മന്ത്ലി കൊടുക്കുക എന്നുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ജോബാണ് അത് ക്ലോസ് ചെയ്യാന്നുള്ളത്. ബിസിനസ് ഡെവലപ്മെന്റ് ഓരോ ടീമിനും ഓരോ BD ഉണ്ടോ? അല്ല, ബിസിനസ് ഡെവലപ്മെന്റ് അണ്ടറിൽ വി വിൽ ഹാവ് ഒരു സെയിൽസ് ഹെഡ്, ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് വരും, സെയിൽസ് ട്രെയിനർ വരും, പിന്നെ ഓപ്പറേഷൻസ് ഹെഡ് വരും, നമ്മൾ CRM കാര്യങ്ങളൊക്കെ. അവർ അണ്ടറിൽ റീറ്റെയിനറിന് കുറച്ച് ആൾക്കാർ, 1 ടൈമിന് ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇപ്പോൾ റീറ്റെയിനറിൻ്റെ ആൾക്കാർ അണ്ടറിൽ ബിസിനസ് അവരാണ്. പക്ഷേ ഈ CEO ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ടീം, അതായത് ഞാൻ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് CEO ഹാസ് ടു സിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ടീം ആൻഡ് ദ ബിസിനസ് ഡെവലപ്മെന്റ് ടീം ഡെയിലി. അതായത് മാർക്കറ്റിംഗ് ടീമാണ് ലീഡ്സ് കൊണ്ടുവരിക, ബിസിനസ് ഡെവലപ്മെന്റ് ആണ് ക്ലോസ് ചെയ്യുക. പക്ഷേ പിന്നെ ഓപ്പറേഷൻസ് ആണ് CEO ആക്ച്വലി മാനേജ് ചെയ്യേണ്ടത്. ഇവര് ക്ലോസ്ലി ഇവരെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. അപ്പം ഇവർ ക്ലോസ്ലി ഇവർക്ക് അതിനുള്ള ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.